6 എടാ കിച്ചുട്ടാ, ഓ ഈ വേണ്ടാത്ത പണിയെടുക്കാൻ നിൽക്കണ്ടേട്ടാ. അത് മൂർച്ചയുള്ള കത്തിയാണേ, മുറിയും. എനിക്കറിയാം, ഇത് ഞാനിപ്പോൾ റെഡിയാക്കി തരാം. എടാ ഓ നേരം വെളുക്കുമ്പോൾ മുതൽ ആ പന്തിൻ്റെ ഒയ്യാലെ പായാനല്ല, നിനക്ക് എന്തെങ്കിലും ഒന്ന് അറിയോ? പോയിട്ട് വേറെ വല്ല പണിയും ചെയ്യടാ. ഒന്ന് ശരിയാക്കി തന്നിട്ടുള്ള കാര്യം കണ്ടോ? എന്ത് കണ്ട? അരിയണത്. എന്തരിയണത്? പയറ്. ഇപ്പൊ മുറിയോ കയ്യ്? കൈ മുറിയില്ല, പയർ മുറി. കേട്ടാ? കാണാം കാണാം. അതെ പിന്നെ എന്താണ് ഈ സ്നേഹം കൊണ്ട് മുറിച്ചേരനാണ്. അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. വേണ്ടെങ്കിൽ വേണ്ട. സത്യം സത്യം. എന്നാലേ ആ തേങ്ങ ചിരണ്ടിട്ടേ അത് അരച്ചോണ്ട് വാ. അല്ല, തേങ്ങ അത്ര ഉള്ള സ്നേഹം ഇല്ല അമ്മേ. ചെറിയ ചെറിയ പയറുകൾ അത്ര സ്നേഹമുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. പണിയെടുക്കാൻ പറ്റില്ല അല്ലേ? എന്തോ അച്ഛൻ വന്നിട്ടുണ്ടാ? അതെ, അച്ഛൻ വന്ന എനിക്കറിയാം. ജനിച്ചപ്പോട്ട് കേൾക്കണതല്ലേ ഈ സൗണ്ട്. എവിടെ? ഇതാ വരുന്നു. അപ്പൊ ഇത് പ്രാക്ടീസിനൊന്നും പോയില്ലേ? ഇല്ല, ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. നന്നായി ഇവിടെ ഉണ്ടായത്. ഡേ നോക്കിയേ, തുറന്നു നോക്കിയേ. എന്താ എന്താ ഇത്? നോക്ക്. അവിടെ ഇരുന്ന് നോക്കടാ. എന്താന്ന് പറ. നീ അവിടെ ഇരുന്നൊന്ന് നോക്ക്. എന്താടാ അത്? ബൂട്ടമ്മ. ആഹാ, കോളടിച്ചല്ലോ. ഇട്ടോക്കടാ. അച്ഛൻ്റെ കുട്ടിയുടെ ആഗ്രഹമായിരുന്നല്ലോ അത്. അതേ, അവിടെ ഇരുന്ന് അതൊന്ന് ഇട്ടു നോക്കി. എന്നാലും ഈ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാച്ച പിന്നെ? അതൊന്നും നീ അറിയണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് ഇട്ടേ. ഇത് ക്യാമ്പിൽ കിട്ടുമായിരുന്നു. ആ ക്യാമ്പിൽ കിട്ടിക്കോട്ടെ. അതിനു മുമ്പേ ഇതിട്ടിട്ട് പ്രാക്ടീസ് ചെയ്യണം. നീ ഒന്ന് ഇട്ടോക്കടാ. പാകാണോ നോക്കടാ. എന്നാലും ഞാൻ ഇട്ടു. ഞാൻ കിട്ടാച്ച. ഇത് നിനക്ക് പാകാണല്ലോടാ. കറക്റ്റ് അമ്മ. ഇതൊക്കെ ക്യാമ്പിൽ കിട്ടുമായിരുന്നു അച്ഛാ. ക്യാമ്പിലൊക്കെ കിട്ടട്ടെ. അതിനു മുമ്പേ നീ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. നന്നായിണ്ടല്ലടാ. ശരിക്കും നന്നായിട്ടുണ്ട്. ഇഷ്ടായില്ലേ? സന്തോഷായി. ഇഷ്ടായോന്നാ? എങ്ങനെയുണ്ടമ്മ? ചെക്കൻ്റെ ഒരു പത്രാസ് കണ്ടില്ലേ? ഞാനൊന്ന് ഇപ്പൊ ഒന്ന് കളിച്ചിട്ട് വരാം. അച്ഛല് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് വരാം. ഇനിയിപ്പോ ഒരാഴ്ചത്തേക്ക് ഇത് മതി. അമ്മ പോയിട്ട് വരെ. കൊറേ പൈസയായോ? അതൊന്നും നീ നോക്കണ്ട. അവൻ്റെ ഒരു സന്തോഷം കണ്ട കുഞ്ഞിരാമേട്ടാ, കൊറേ പൈസയായോ? അതൊന്നും നീ നോക്കണ്ട. അവൻ്റെ സന്തോഷം കണ്ട. അവനെ നാട്ടുമ്പുറത്തെ കളിക്കല്ലേ പോണേ. സന്തോഷ് ട്രോഫിക്കാ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ വകയായിട്ട് കൊടുക്കണ്ടേ? അതാ. നിങ്ങളടുത്ത് പൈസ ഉണ്ടായിനോ? കുറച്ചൊക്കെ ഉണ്ടായി. കുറച്ചൊക്കെ കടന്നു വാങ്ങി. അതൊക്കെ എപ്പോഴാ കൊടുത്തത്? അതൊക്കെ കൊടുക്കാം. പണി വരും. പണിയെടുത്ത് ഞാൻ കൊടുത്തോളും. ആണും പെണ്ണുമായിട്ട് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ.
ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. ഈ വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള ടീമിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ കളിക്കാരനെയും സംബന്ധിച്ച് അവന്റെ സ്റ്റാമിന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നിങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് 3 കോടി ജനങ്ങളാണ് നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് എല്ലാ കളിക്കാരിലും ഉണ്ടാവണം. സ്റ്റാമിന എന്ന് പറയുന്നതിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല. ഈ വർഷം നമ്മൾ സന്തോഷ് ട്രോഫി നേടിയിരിക്കും. സെറ്റല്ലേ? അങ്ങനെ അതെ. മുന്നോട്ട് മുന്നോട്ട്. എന്താ പറ്റിയേ? Hey! Hey, Kichu! Hey, man! Hey, Krishna Umar! Hey, come on, man! എണീക്കാൻ നോക്ക്. വാ. എന്താ പറ്റിയത്? എന്താ? Come on! എന്താ പറ്റി? താൻ പറ. എടാ. Come on, man! റെഡിയാവ്. നീ ഒന്ന് എണീക്ക്. ഒന്ന് എണീക്കടാ. എടാ എണീക്കടാ. യെസ് എണീക്ക്. യെസ് വേക്ക് അപ്പ്. യെസ്. ഇല്ല സർ. ആർ യു ഓക്കേ? ഇല്ല സർ. കിച്ചു. സ്ട്രെച്ചർ. കം ഓൺ. വൈദ്യരെ ആ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് എടുത്തു. ആയിക്കോട്ടെ. വൈദ്യരില്ലേ? വൈദ്യരകത്തുണ്ട്. ഇരിക്കടോ, ഇരിക്കൂ. എന്തു പറ്റിയടോ? നട്ടലിനൊക്കെ വല്ലാത്ത വേദന. അങ്ങനെ വരാൻ വഴിയില്ലല്ലോടോ. മരുന്ന് എത്ര കഴിച്ചിട്ട് അപ്പോ ശരിയാ. നമുക്കൊന്ന് മാറ്റി പിടിക്കാം. വിഷമിക്കണ്ട കേട്ടോ. വൈദ്യരറിഞ്ഞോ? എന്ത്? ഇവിടെ കുഞ്ഞിരാമേട്ടൻ്റെ മോൻ ഓൻ വീണ് കാല് പൊട്ടി. ഓനെ ക്യാമ്പിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടു. ഓഹ്, കഷ്ടമായി പോയില്ലടോ. യാത്രയായി പിന്നെ ഞാനും ഉണ്ടായിരുന്നല്ലോ. ഓരോ വിധിയെ. ഇതാ നമ്മുടെ പയ്യനകത്തുണ്ട്, അവൻ്റെ കൊടുത്താൽ മതി. അതുകൊണ്ട് ശരിയാവൂലേ? ശരിയാവും. ചെല്ല്, ധൈര്യമായിട്ട് പോയിട്ടോ.